ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു കിടുക്കാച്ചി ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി എടുക്കുക, മല്ലിപ്പൊടി എടുക്കുക, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ചിക്കൻ മസാലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, നല്ല കുരുമുളക് പൊടി കുറച്ചെടുക്കുക, ആവശ്യത്തിന് ഉപ്പുപൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കട്ട തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് നമുക്ക് ചിക്കനുമായിട്ട് ആ മസാലയൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് ഇത് നമുക്കൊരു 2 മണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നാലേ ആ ചിക്കനിൽ ആ മസാലയൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് പിടിക്കത്തുള്ളൂ. നമുക്ക് ആ സമയം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ്, അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ എണ്ണയൊക്കെ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട ഇത്രയും ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കണം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കരുത്. നമുക്ക് ഇടികല്ലി വെച്ചിട്ടൊന്ന് ചതച്ചെടുത്ത് കൊടുത്താൽ മതി. അതാണ് നല്ല ടേസ്റ്റ് വരുന്നത്. അങ്ങനെ അതും ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ തക്കാളിയും സവാളയും ഒക്കെ നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ആക്കി എടുക്കണം. അങ്ങനെ ചിക്കനും മസാലയൊക്കെ നല്ലതായിട്ട് മിക്സാക്കി ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇവിടെ നമ്മൾ 2 കപ്പ് ബസ്മതി റൈസാണ് എടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മല്ലിയില അരിഞ്ഞതും പുതിനയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് 2 കപ്പ് എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സാക്കി എടുക്കണം. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് തിള വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം.
അങ്ങനെ എന്താ വെള്ളവും ഇതുമൊക്കെ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് മൂടി നമുക്ക് ഒരു വിസിൽ അടുപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന കുക്കർ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അങ്ങനെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.